നിലമ്പൂരിൽ എം സ്വരാജ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എം സ്വരാജിന് വലിയ സ്വീകരണമാണ് അവിടെ LDF പ്രവർത്തകർ നൽകുന്നത്. ഇന്ന് രാവിലെയാണ് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ മാർഗം എം സ്വരാജ് നിലമ്പൂരിലേക്ക് തിരിച്ചത്. അദ്ദേഹത്തിന് അവിടെ ആ ട്രെയിൻ നിർത്തുന്ന പല സ്റ്റോപ്പുകളിലും വലിയ സ്വീകരണം ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് എം സ്വരാജ് ഇപ്പോൾ നിലമ്പൂരിൽ ട്രെയിൻ ഇറങ്ങുന്നത്. വലിയ സ്വീകരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ എം സ്വരാജിന് ലഭിച്ചു. അവിടെ പ്രവർത്തകർ തിങ്ങി നിറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവിടെ കൊടികളുമായി അഭിവാദ്യം ചെയ്യുന്നുണ്ട് എം സ്വരാജിനെ LDF പ്രവർത്തകർ. വലിയ ആവേശം എം സ്വരാജിൻ്റെ സ്ഥാനത്തിലൂടെ അവിടെ LDFന് കൈവന്നിട്ടുണ്ട്. പ്രവർത്തകർ എം സ്വരാജിനായി അവിടെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. തിരിച്ചവരെ പ്രത്യഭിവാദ്യം ചെയ്യുന്നുണ്ട് എം സ്വരാജ്. അദ്ദേഹം ഇന്ന് പത്രിക നൽകും എന്നാണ് വിവരം. ഇന്ന് തന്നെ അവിടെ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം എത്തുന്നുണ്ട്. പര്യടനത്തിന് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെതിരെയാളയായി എം സ്വരാജ് വരുമ്പോൾ വലിയ ആവേശം ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ് NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ഉണ്ടാകും. അതോടുകൂടി സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകും. സൂരജ് സജി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സൂരജ്, വലിയ സ്വീകരണമാണല്ലോ എം സ്വരാജിന് അവിടെ, വിവരങ്ങൾ? തീർച്ചയായും ആവേശകരമായ സ്വീകരണത്തിലേക്ക് LDF പ്രവർത്തകർ പോയി നിൽക്കുന്നു. പ്രത്യേകിച്ച് തൊണ്ണൂരിൽ നിന്ന് ട്രെയിൻ മാർഗമായിരുന്നു എം സ്വരാജ് നിലമ്പൂരിലേക്ക് എത്തിയത്. ഈ മലപ്പുറം ജില്ല തുടങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ, അതായത് ചെറുകരയാണ് ആദ്യ റെയിൽവേ സ്റ്റേഷനായിരുന്നത്. ആ ചെറുകര തുടങ്ങി വിവിധ റെയിൽവേ സ്റ്റേഷനുകളടക്കം DYFIയുടെയും CPMന്റെയും LDFന്റെയും ഒക്കെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണം ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് നിലമ്പൂരിലേക്ക് സ്വരാജ് എത്തുന്നത്. നിലമ്പൂരിലെത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കടലായി ഈ നിലമ്പൂർ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും അതോടൊപ്പം തന്നെ ഈ പ്ലാറ്റ്ഫോമിലും അടക്കം നിരവധി നൂറുകണക്കിന് പ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഏറെ വൈകാരികമായി തന്നെ, അതായത് കുഞ്ഞാലി രണ്ടാമൻ വരുന്നു എന്ന തരത്തിൽ വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആവേശകരമായി സ്വരാജിനെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ചന്തക്കുന്ന് ഭാഗത്തേക്ക് പ്രകടനമായി തന്നെ, റോഡ് ഷോ ആയി തന്നെ സ്വരാജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രവർത്തകർ എം സ്വരാജിനെ അനുഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ അടക്കം സ്വരാജിനൊപ്പം ഈ തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്. പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമുണ്ട്. അവർ കാത്തിരുന്ന ഒരു സ്ഥാനാർത്ഥി, കരുത്തനായ സ്ഥാനാർത്ഥിയെ കിട്ടി എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ, അതായത് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നടന്ന സ്വീകരണ കേന്ദ്രങ്ങളിലടക്കം ഏറെ വൈകാരികമായി തന്നെ പ്രവർത്തകർ ഏറെ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് PV അൻവർ പാർട്ടിയോട് ചെയ്ത ചതിയാണ്. ആ ചതിക്ക് ഉത്തരം പറയാനുള്ള സമയമായിരിക്കുന്നു. കരുത്തനായ സ്ഥാനാർത്ഥിയെ ലഭിച്ചു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തകർ വലിയ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് റോഡ് ഷോ പുറത്തേക്ക് കടന്നിരിക്കുന്നു. ഇനി ചന്തക്കുന്ന് ഭാഗത്തേക്ക് നീങ്ങുകയാണ്. സ്വരാജും മുതിർന്ന നേതാക്കളും തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. സ്വരാജിനെ അനുഗമിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഈ റോഡ് ഷോയിൽ കാൽനടയായി തന്നെ അണിചേർന്നത്. അതോടൊപ്പം തന്നെ വാഹനങ്ങളുണ്ട്. വലിയ ആവേശത്തോടു കൂടി LDF പ്രവർത്തകർ സ്വരാജിനെ വരവേൽക്കുന്നു. ഇവർ കണക്കുകൂട്ടിയിരുന്നു. അതായത് ഇവിടെ വലിയ തിരക്കുണ്ടാകും എന്ന് കണക്കുകൂട്ടിക്കൊണ്ട് പാർട്ടി പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ചെറുവാഹനങ്ങളിലും ഒക്കെയായി പ്രവർത്തകർ ഇങ്ങനെ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് നിലമ്പൂരിലൂടെ നീങ്ങുകയാണ്. അൻവറിനുള്ള മറുപടിയായി തെരഞ്ഞെടുപ്പ് മാറുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പ്രവർത്തകരെ സംബന്ധിച്ച് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. എം സ്വരാജ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അതോടൊപ്പം തന്നെ CPMന്റെ മുതിർന്ന നേതാവ് എന്ന തരത്തിൽ എം സ്വരാജ് എത്തുമ്പോൾ കൂടുതൽ വൈകാരികമായി തന്നെ അവർക്ക് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടി എന്ന തരത്തിലാണ് CPMും LDFും എല്ലാം സ്വരാജിനെ അവതരിപ്പിക്കുന്നത്. ആ വൈകാരിക പ്രകടനം ഇവിടെ നമുക്ക് ഈ റോഡ് ഷോയിൽ ഉടനീളം കാണാൻ കഴിയുന്നുണ്ട്. ഉന്മേഷ്, സൂരജ് സജിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് എം സ്വരാജ് അവിടെ മണ്ഡലത്തിൽ എത്തുകയാണ്. അദ്ദേഹത്തിന്റെ പര്യടനം അതിന് തുടക്കമായിരിക്കുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ. ഇപ്പോൾ വലിയ ആവേശം LDF അണികൾക്കിടയിൽ പ്രകടമാണ്. അതാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്.